നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിന് കൃത്യമായ മറുപടി എന്ന രീതിയിൽ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ വിജയകരമായി ആ ദൗത്യം പൂർത്തീകരിക്കുമ്പോൾ ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം എന്ന രീതിയിൽ ഉത്തർപ്രദേശിൽ നേപ്പാൾ അതിർത്തിയുമായി പങ്കിടുന്ന മേഖലയിലെ പല സ്ഥലങ്ങളിലും ഉള്ള ഈദ്ഗാഹുകൾ, പള്ളികൾ, അത് ഏകദേശം 300-ൽ കൂടുതൽ വരുന്ന ഈദ്ഗാഹുകൾ, പള്ളികൾ, മദ്രസകൾ അട്ടിച്ച് തകർക്കുകയാണ് യോഗി സർക്കാർ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് സുപ്രീം കോടതി ആരായുകയും അതിന് നഷ്ടപരിഹാരം കൃത്യമായി സംസ്ഥാന സർക്കാർ നൽകേണ്ടതിൻ്റെ ഉത്തരവാദിത്തം അതിൽ നിന്നും യോഗി ആദിത്യനാഥിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുകൂടി വിധിക്കുന്ന സാഹചര്യം വരുന്നതോടെ BJP പ്രതിരോധത്തിലാവുകയാണ്. BJP ലക്ഷ്യം വെച്ചിരുന്നത് കൃത്യമായും വർഗീയ ധ്രുവീകരണത്തിന് തന്നെയാണ്. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖം നഷ്ടപ്പെട്ട BJP മുഖം മിനുക്കിയെടുക്കാനുള്ള ചെപ്പടി വിദ്യയായിട്ടാണ് ഈ പരിപാടിയെ കണ്ടത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി കൊടുക്കുന്ന വഴി ഇതാ ഞങ്ങൾ ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാനിലെ തകർത്തതുപോലെ ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഭീകര കേന്ദ്രങ്ങൾ, അതായത് ഭീകരവാദികൾക്ക് നുഴഞ്ഞു കയറാനും അവിടെ വിലസാനും അവിടെ വിഹരിക്കാനും സമ്മതിക്കുന്ന രീതിയിലുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്നവരുടെ സങ്കേതങ്ങൾ ഞങ്ങളിതാ പൊളിച്ചടുക്കിയിരിക്കുന്നു. എന്നാൽ ഞങ്ങൾ അതിനകത്ത് മതം നോക്കിയിട്ടില്ല, ഞങ്ങളത് കൃത്യമായും ആവിഷ്കരിച്ചിരിക്കുന്നു. ഇത് കണ്ടോ, 2 or 3 ഹിന്ദു നാമധാരികളുടെ പേര് കൂടി അതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ പിന്നെ അതിനകത്ത് എങ്ങനെ മതം കലരുന്നു? ഇങ്ങനെ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക. ഇതാണ് യോഗി സർക്കാർ കൃത്യമായി ചെയ്തു വരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യ. പക്ഷെ ഇത് പൊളിഞ്ഞു. ഇത് പൊളിച്ചടുക്കിയത് കപിൽ സിബലാണ്. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കപിൽ സിബൽ യോഗിയുടെ കള്ളക്കളികൾ പൊളിച്ചടുക്കി. അപ്പോൾ സ്വാഭാവികമായും സമാജ്വാദി പാർട്ടിയുടെ കൂടി നേതാവായ കപിൽ സിബലിൻ്റെ ഈ പ്രത്യാക്രമണ രീതി BJP ഒട്ടും താങ്ങുന്നില്ല എന്നുള്ളതാണ് സത്യം. BJP വിചാരിച്ചിരുന്നത് വളരെ ഈസിയായി ഓപ്പറേഷൻ സിന്ദൂറിനോടൊപ്പം ഈ പരിപാടി കൂടി അതിർത്തിയിൽ ആവിഷ്കരിച്ചാൽ അവർക്ക് എളുപ്പത്തിൽ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്താം, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ പൂർത്തീകരിക്കാം. യോഗിക്ക് വളരെയധികം ക്രൂവൽ മെൻറ്റാലിറ്റി, ഒരു പൈശാചിക ബുദ്ധിയാണുള്ളത് എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പാവപ്പെട്ടവരുടെ വീടും അവരുടെ സമ്പാദ്യങ്ങളും തല്ലിത്തകർക്കാൻ യാതൊരു മടിയും കൂടാതെ അതിനെ കർക്കശക്കാരൻ എന്നൊക്കെ BJP ആർത്ത് വിളിക്കുകയും അതൊക്കെ ചെയ്തിട്ട് എന്ത് മനോസുഖമാണ് ഈ വ്യക്തിക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് നിരവധി മാധ്യമപ്രവർത്തകർ ചർച്ച ചെയ്യുന്നത്. നിരവധിയായിട്ടുള്ള സാമൂഹ്യ മാധ്യമ പ്രവർത്തകർ ഈ വിഷയത്തെ അപലപിച്ച് രംഗത്ത് വരുമ്പോഴും യോഗിക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. അദ്ദേഹത്തിന് ഒരു ചുക്കുമില്ല. അദ്ദേഹം ഇത് 10 മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ട് ബുൾഡോസർ രാജ് എന്ന പേരുവിട്ട് എല്ലാം തല്ലി തകർക്കുകയാണ്. കൃത്യമായ ഇലക്ഷൻ സ്ട്രാറ്റജിക്ക് വേണ്ടിയും വോട്ട് ഷെയറിന് വേണ്ടിയും പോളറൈസേഷന് വേണ്ടിയും മുസ്ലിം വിഭാഗത്തെ ദ്രോഹിക്കുന്ന ഈ നയങ്ങളെ പൊളിച്ചെടുക്കാൻ സുപ്രീം കോടതിക്ക് മാത്രമേ കഴിയുന്നുള്ളൂ. അതിനുവേണ്ടി പോരാട്ടം നടത്തുന്ന കപിൽ സിബലിനെ ഉത്തർപ്രദേശിലെ ജനങ്ങൾ എടുത്തുയർത്തുകയാണ്.